അതിനുശേഷം നമുക്കറിയാം ഇവിടെ NDAയുടെ ഭാഗമായ ഘടകകക്ഷികൾ എന്ന നിലയിൽ 14 ജില്ലയിൽ ഞങ്ങൾ ജില്ലാ കമ്മിറ്റികളും പോഷക സംഘടനകളും ഒക്കെ രൂപീകരിച്ച് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ പ്രതികരിക്കുകയും NDAയ്ക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്തു. എങ്കിലും NDAയുടെ ഭാഗത്തു നിന്ന് അതിന് മതിയായ ഒരു പ്രൊട്ടക്ഷൻ, ഒരു സംരക്ഷണം ഞങ്ങൾക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, ഒരു കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് അതുമായി ഈ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് ചെറിയ കാര്യമല്ല. പക്ഷേ ഞങ്ങളത് വളരെ ഗൗരവപൂർവ്വം ഞങ്ങളാ കാര്യം ഭംഗിയായി നടത്തി. തീർച്ചയായിട്ടും അത് കഴിഞ്ഞ ഒരു വർഷക്കാലം NDAയ്ക്ക് ഗുണകരമായ രീതിയിൽ ഞങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോയി. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ BJP നേതൃത്വത്തെ കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല. BJPക്ക് ഗുണങ്ങളുമുണ്ട്, ദോഷങ്ങളുമുണ്ട്. എല്ലാ പാർട്ടിക്കും ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. UDFനും LDFനും ഒക്കെ ഗുണങ്ങളുമുണ്ട്, ദോഷങ്ങളുമുണ്ട്. അവരുടെ ദോഷങ്ങളല്ല എനിക്ക് പറയുവാനുള്ളത്. പക്ഷേ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടി, കേരള കോൺഗ്രസ് പാർട്ടി എന്ന നിലയിൽ ഞങ്ങളെ വേണ്ട പ്രോത്സാഹനം തന്ന് രംഗത്തിറക്കിയതിനു ശേഷം തുടർന്ന് അങ്ങോട്ട് യാതൊരു തരത്തിലുള്ള പരിഗണനയും പിന്തുണയും ലഭിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ തീരുമാനമെടുക്കുവാൻ കാരണം. അതിനെല്ലാം ഉപരി നമുക്കറിയാം, പ്രിയപ്പെട്ട PV അൻവർ, അദ്ദേഹം നമുക്കറിയാം കേരളത്തിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു MLA ആയിരുന്നെങ്കിൽ ഒരു മന്ത്രിയുടെ പവറുള്ള ഒരു MLA ആയിരുന്നു. അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി അല്ലെങ്കിൽ അവരുടെ പോക്കിൽ മരമെടുത്ത് അദ്ദേഹം പുറത്തിറങ്ങി തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന് ഇവിടുത്തെ ജനകീയ വിഷയങ്ങളെ എടുത്തുകൊണ്ട് പ്രത്യേകിച്ച് അഴിമതിക്കെതിരെയും അതുപോലെ വന്യമൃഗ ആക്രമണത്തിനെതിരെയുമൊക്കെ മയക്കുമരുന്നിനെതിരെയൊക്കെ ശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഞങ്ങളെ സമീപിച്ചു. ഞങ്ങളുടെ പലവട്ടം ഞങ്ങൾ സംസ്ഥാന നേതാക്കന്മാരുമായി ചർച്ച ചെയ്ത് ഇന്ന് സംസ്ഥാന കമ്മിറ്റി ഇന്ന് വീണ്ടും വിളിച്ചു ചേർത്തു. ആളുകളുടെ എല്ലാം അഭിപ്രായം അനുസരിച്ചാണ് ഞങ്ങൾ ഇന്ന് ഈ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ അദ്ദേഹം ക്ഷണിച്ചിരുന്നു. എന്നോട് തന്നെ ഞാൻ പറഞ്ഞു, ഒരിക്കലും ഒരു പാർട്ടി, ഞാൻ കഴിഞ്ഞ 10 മാസം 11 മാസമായി ഈ കേരളത്തിൽ എനിക്ക് തന്നെ അത്ഭുതം തോന്നി. ഞാൻ ഈ 14 ജില്ലയിലും അങ്ങനെ കമ്മിറ്റി ഉണ്ടാക്കിയെന്ന് പലരും എന്നോട് ചോദിച്ചു. എനിക്ക് തന്നെ അത്ഭുതം തോന്നി. പക്ഷേ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മേഖലകളിൽ ഇങ്ങോട്ട് നമ്മളെ സമീപിച്ചു വന്ന ആളുകളെല്ലാം ചേർത്താണ് ഞാൻ കമ്മിറ്റി രൂപീകരിച്ചത്. എല്ലാ ജില്ലയിലും നല്ല കമ്മിറ്റികളുണ്ട്. വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ജില്ലാ പ്രസിഡന്റുമാരും സംസ്ഥാന ഭാരവാഹികളാണ് ഇവിടെ ഇരിക്കുന്നത്. മുഴുവൻ പേരും ഇന്ന് യോഗത്തിനുണ്ട്. 2 ജില്ലാ പ്രസിഡന്റുമാർ അസൗകര്യം കൊണ്ട് വന്നില്ല പറഞ്ഞിട്ട് എല്ലാവരും പങ്കെടുത്ത് അല്ലെങ്കിൽ വളരെ ഏകണ്ഠമായിട്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. ഏതായാലും ഇനി ഞാൻ അവിടെ UDF ഇട്ടത് UDFുമായിട്ടുള്ള കോൺഗ്രസുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലല്ല എന്ന് എല്ലാവർക്കും അറിയാം. UDFിലെ ഒരു കക്ഷിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലായിരുന്നില്ല. പക്ഷെ ഒരു UDF ജില്ലാ ചെയർമാൻ എന്ന നിലയിൽ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നപ്പോൾ, മാനസികമായ ബുദ്ധിമുട്ട് വളരെയേറെ ഉണ്ടായപ്പോൾ സ്വാഭാവികമായും ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ പ്രതികരിച്ചു. ഏതായാലും ഇപ്പോൾ എനിക്ക് സന്തോഷത്തോടെ ഞാൻ പറയട്ടെ, ഇന്നും ഏത് മുന്നണിയിലും പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഏത് മുന്നണിയിലേക്കും നമ്മളെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളത് കഴിഞ്ഞ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പാരമ്പര്യത്തിന്റെ ഫലമാണ് എന്ന് ഞാൻ കരുതുന്നു. ഇവിടെ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇന്ന് കേരളത്തിലെ ഇരുമുന്നണികളും എന്നെ സ്വീകരിക്കാൻ തയ്യാറാണ് അല്ലെങ്കിൽ കടന്നു വരണമെന്ന് ആവശ്യപ്പെട്ട് സാഹചര്യം ഉണ്ടായി. ഞാനത് പറയുന്നില്ല. അപ്പൊ ഏതായാലും ഇപ്പോ ഞങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം, തൃണമൂൽ കോൺഗ്രസ് ചേർന്ന് പ്രവർത്തിക്കുന്ന മുന്നണിയിൽ ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ആ പാർട്ടിയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ആ മുന്നണിയെ ശക്തിപ്പെടുത്താൻ വരും കാലങ്ങളിൽ ഞങ്ങളുടെ എല്ലാവിധമായ ആത്മാർത്ഥമായ സഹകരണവും പിന്തുണയും ബഹുമാനപ്പെട്ട PV അൻവർ അവർക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി. ഇപ്പൊ ഞങ്ങള് പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. വിപുലമായ ലയന സമ്മേളനം ഏപ്രിൽ മാസത്തിൽ കോട്ടയത്ത് വെച്ച് നടക്കും. ദേശീയ നേതാക്കൾ പങ്കെടുക്കുന്ന വിപുലമായ ലയന സമ്മേളനം നടത്തുന്നുണ്ടാവും. കാസർഗോഡ് വന്ന് യാത്ര തിരിച്ചു പോയതാ, അല്ല വേറെ അസൗകര്യം പോയല്ല. പുള്ളി തിരിച്ചു മരണം ഉള്ളതുകൊണ്ട് തിരിച്ചു. അങ്ങനെ ഒരു അസൗകര്യം പറഞ്ഞു. ബാക്കി എല്ലാവരും തന്നെ എത്തി. അല്ല, പെട്ടെന്നുള്ള മുറിവുറപ്പല്ല. ഞാൻ പറഞ്ഞില്ല, NDAയുടെ ഭാഗമായി അവര് എന്നെ അന്ന് NDAയുടെ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞു. അതിനുശേഷം പാലക്കാട് തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് NDA ഓടെ ചേർന്നു. അപ്പോൾ എന്നെ വിളിച്ചില്ല. അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു മറന്നുപോയെന്ന് പറഞ്ഞു. കാരണം ഞാൻ അവിടെ ചെന്നു. പിന്നെ അടുത്ത യോഗത്തിൽ വിളിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അതിനുശേഷം ഞാൻ പറഞ്ഞു, ഭാഗ്യവശാൽ ഒരു NDA യോഗത്തിൽ പങ്കെടുക്കേണ്ടി വന്നില്ല. ഇതുവരെ ഒരു NDA യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ പാർട്ടി ശക്തിപ്പെട്ടപ്പോൾ അതിൽ ചില അസ്വസ്ഥതയുള്ള ആളുകളൊക്കെ ഇന്ന് NDA മുന്നണിയിലുണ്ട്. അവര്
പ്രിയപ്പെട്ട കെ സുരേന്ദ്രനെ അല്ലെങ്കിൽ പുറകോട്ട് വലിച്ചു എന്ന് തന്നെ ഞാൻ കരുതുന്നത്. കെ സുരേന്ദ്രനുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം, അദ്ദേഹം നല്ല, എനിക്ക് തോന്നുന്നു ബി ജെ പിയിൽ ഒരു മനുഷ്യപ്പെട്ടുള്ള ഒരു നേതാവാണ് കെ സുരേന്ദ്രൻ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അദ്ദേഹത്തെ എപ്പോൾ വിളിച്ചാലും അദ്ദേഹം ഫോണൊക്കെ എടുക്കും, സംസാരിക്കും. പക്ഷേ അദ്ദേഹത്തിന് തീരുമാനങ്ങളിലേക്ക് എത്താൻ അദ്ദേഹത്തെ ആരൊക്കെയോ മുൻപുള്ള ചില കക്ഷികൾ പെട്ടെന്ന് വന്ന കേരള കോൺഗ്രസിന് ഞങ്ങൾക്ക് വലിയ പ്രാധാന്യം ലഭിക്കുന്നു എന്നുള്ള തോന്നൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയുടെ അടിത്തറ ബലപ്പെടുന്നു എന്നുള്ള തോന്നൽ ഉണ്ടായതുകൊണ്ടാവാം അത്തരത്തിലുള്ള ഒരു അവഗണന ഉണ്ടായെന്ന് കരുതുന്നു. എനിക്ക് ആരോടും പിണക്കമില്ല. ഏതായാലും ബി ജെ പി എന്ന് പറയുന്ന NDA എന്ന മുന്നണി ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞു. ഉൾപ്പെടുത്തിയെങ്കിലും പൂർണ്ണമായി ഞാൻ പറഞ്ഞു ഉൾപ്പെടുത്തി. നമുക്ക് ഇതുവരെ NDA യോഗത്തിൽ ഉൾപ്പെടുത്തിയ ഒരു കത്ത് എനിക്ക് ലഭിച്ചിട്ടില്ല. ഇതുവരെ അതിന്റെ മിനിറ്റ്സ് ലഭിച്ചിട്ടില്ല. ഒരു ഫോണിൽ കൂടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് എന്ന് അറിയിച്ചു ചോദിച്ചാൽ പിന്നെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതാണ് കാര്യം. മറ്റ് വേറെ പരിഭവങ്ങളൊന്നുമല്ല.